വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. അഴീക്കോട് മാഷിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന സബറ്റിയെക്കുറിച്ച് സംസാരിക്കുക എന്നതിൽ ചില വെല്ലുവിളികളുണ്ട്. പൊതുവെ സമൂഹത്തിൽ ഒരു കാലം വലിയ മനുഷ്യരുടേതായിരുന്നു. ഈ വലിയ മനുഷ്യരായ ആളുകളെ പിൽക്കാലത്ത് നിന്നുകൊണ്ട് പരിശോധിക്കുക എന്നത്, അല്ലെങ്കിൽ അവരെ തിരിഞ്ഞു നോക്കുക എന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തിരി വെല്ലുവിളികളുള്ള ഒരു പ്രവൃത്തിയാണ്. വിമർശനം, സാഹിത്യ വിമർശനം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആളുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയ ഒരു കാലത്താണ് അഴീക്കോട് മാഷിൻ്റെ വിമർശന സബറ്റിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ഒരർത്ഥത്തിൽ മലയാളത്തിൽ വിമർശനം മരിച്ചു. മലയാളത്തിൽ മാത്രമല്ല, പൊതുവെ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് അവസാനിച്ചു കഴിഞ്ഞ ഒരു ജനുസ്സാണ് എന്ന മട്ടിലുള്ള സംസാരങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നത് എഴുത്തുകാരിൽ നിന്ന് തന്നെയാണ്. കേൾക്കുമ്പോൾ അതൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം എല്ലാ കാലത്തും വിമർശകരെ എപ്പോഴും അപരസ്ഥാനത്ത് നിർത്തിയിരുന്നത്, വിമർശകരെ ശത്രുസ്ഥാനത്ത് നിർത്തിയിരുന്നത് എഴുത്തുകാരാണ്. അതേ എഴുത്തുകാർ തന്നെയാണ് ഇപ്പോൾ വിമർശകരില്ല എന്ന് ഏറെക്കുറെ പരിഭവത്തോടു കൂടി പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് സാഹിത്യം എന്ന സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. സാഹിത്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് സാഹിത്യം എന്ന സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട, സാഹിത്യം എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് സാഹിത്യം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപം കൊള്ളുന്നത് എന്നത് അടിസ്ഥാനപരമായി വിമർശനം എന്ന പ്രക്രിയയുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ സാഹിത്യത്തിനകത്തെ മുഖ്യധാര അല്ലെങ്കിൽ മുൻനിര എന്നൊക്കെ നമ്മൾ പറയുന്ന പലതരത്തിലുള്ള ശ്രേണീകരണങ്ങളും യഥാർത്ഥത്തിൽ സാഹിത്യ വിമർശകർ ഉണ്ടാക്കി വയ്ക്കുന്ന ഒന്നുകൂടിയാണ്. മലയാളത്തിൽ സാഹിത്യ വിമർശനം ആരംഭിക്കുന്ന കാലം മുതൽ, വിമർശനം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, മലയാളത്തിൽ സാഹിത്യ വിമർശനം മാത്രമല്ല, നമ്മൾ ഇന്ന് സാഹിത്യം എന്ന് പറയുന്ന മിക്ക വ്യവഹാര രൂപങ്ങളും, നോവലാവട്ടെ, ചെറുകഥയാവട്ടെ, അതുപോലെ ഇന്ന് ജനപ്രിയമായിട്ടുള്ള മിക്ക സാഹിത്യ രൂപങ്ങളും രൂപം കൊള്ളുന്നത് ഈ പറയുന്ന ഒരു 19ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ അവസാന കാലത്താണ്, അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലൊക്കെ ആയിട്ടാണ്. അതൊരു ഫ്യൂഡൽ കാലമായിരുന്നു എന്നുള്ളത് കൂടി നമുക്കറിയാം. ഒരു ഫ്യൂഡൽ കാലത്താണ് യഥാർത്ഥത്തിൽ വിമർശനം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിൻ്റെ ആദ്യകാലം മുതൽ ഈ ഒരു ഫ്യൂഡൽ സ്പർശം, ഒരു ഫ്യൂഡൽ അന്തരീക്ഷം നമ്മുടെ വിമർശനത്തെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. നമ്മളീ പറയുന്ന ജാതി അല്ലെങ്കിൽ സാമൂഹിക പദവി തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള സാമൂഹിക അധികാരവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സംവർഗങ്ങൾ വിമർശനത്തെ രൂപപ്പെടുത്തുന്നതിൽ, വിമർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ ആ കാലത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്താണ് സാഹിത്യം എന്നതിനെ സംബന്ധിച്ച്, എന്താണ് സാഹിതീയത എന്നതിനെ സംബന്ധിച്ച് കൃത്യമായും വരേണ്യമായ ചില യുക്തികൾ അല്ലെങ്കിൽ ചില അഭിരുചികളെ നിലനിർത്താനോ അതിനെ മറികടക്കാതിരിക്കാനോ ഒക്കെയുള്ള ഉപാധികൾ ആ കാലത്തെ വിമർശനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു വിമർശനം. പക്ഷെ നമുക്കറിയാം, കാലം അതിനകത്ത് ഒതുങ്ങി നിൽക്കില്ല. കാലം അവിടെ നിന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ജനാധിപത്യം വന്നുദിക്കുന്നു. ഫ്യൂഡൽ അന്തരീക്ഷം മാറുകയും ജനാധിപത്യകാലം വന്നുദിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കാലം സാമൂഹികാധികാരത്തിൻ്റെ ഘടകങ്ങളായിരുന്നതൊക്കെയും ദുർബലമായി തുടങ്ങും. പക്ഷേ അത്തരം ദൗർബല്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സാഹിത്യ വിമർശനം പിന്നെയും ഒരുപാട് കാലം ഒരു അധികാര സ്ഥാപനമായി തന്നെ നിലനിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് മലയാളത്തിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ ആദ്യകാലത്ത് തിരസ്കരിച്ചതിനെയൊക്കെ പിൽക്കാലം കണ്ടെടുക്കും എന്ന് പറയാറുള്ളത് പോലെ
ആദ്യകാലത്ത് മലയാളത്തിൽ ഒരു തരത്തിലും ശ്രദ്ധ കിട്ടാതെ പോയൊരു എഴുത്തുകാരനായിരുന്നു പോത്തേരി കുഞ്ഞമ്പു. പോത്തേരി കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ അദ്ദേഹത്തിൻ്റെ നാടുകൂടിയാണ് അഴീക്കോടല്ല, കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. പോത്തേരി കുഞ്ഞമ്പു എന്ന് പറയുന്ന എഴുത്തുകാരനെ, വലിയ എഴുത്തുകാരനെ പിൽക്കാലം കണ്ടെടുക്കുന്നുണ്ട്. ആ കണ്ടെടുക്കുന്നത് ആലോചിക്കേണ്ട വിഷയം ഇതാണ്. അത് എന്തുകൊണ്ടായിരിക്കണം കുഞ്ഞമ്പു ആ കാലത്ത് തിരസ്കരിക്കപ്പെട്ടു പോയത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒട്ടേറെ എഴുത്തുകാർ ആ കാലത്ത് നമ്മൾ ഈ പറയുന്ന മലയാളത്തിലെ പിൽക്കാലത്ത് നമ്മൾ കുറെ കൂടി ശ്രദ്ധയോടുകൂടി വായിച്ചിട്ടുള്ള ഒട്ടേറെ എഴുത്തുകാർ, മൂലൂർ എസ് പത്മനാഭ പണിക്കരെ പോലെയൊക്കെയുള്ള ഒട്ടേറെ എഴുത്തുകാർ ആ കാലത്ത് തിരസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അരികിലേക്ക് മാറ്റി നിർത്തപ്പെടുകയോ അപഹസിക്കപ്പെടുകയോ പോലും ഉണ്ടായി. അവിടെ നിന്നൊക്കെയാണ് പിന്നീട് അത് മാറിയിട്ട് നമ്മൾ ഈ പറയുന്ന ജാതിയുടെയോ സാമൂഹിക പദവിയുടെയോ അകലങ്ങളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയത്. പക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും സാഹിത്യത്തിൻ്റെ അഭിരുചിയിൽ, സാഹിത്യ നിരൂപണം സൃഷ്ടിച്ചു വെച്ച ഒരു അഭിരുചി ബോധത്തിൽ അപ്പോഴും പഴയകാലം ഒരുപാട് കാലം പിന്നെയും ജനാധിപത്യം വന്നുദിച്ചതിന് ശേഷവും നമ്മുടെ സാഹിത്യ വിമർശനത്തിൽ വലിയ പ്രഭാവത്തോടു കൂടി നിലനിന്നിട്ടുണ്ട്. ആധികാരികതയായിരുന്നു, സൗന്ദര്യശാസ്ത്രപരമായ ആധികാരികതയായിരുന്നു വിമർശനത്തിലെ ഏറ്റവും വലിയ അംഗീകരിക്കപ്പെട്ടിരുന്നൊരു സ്വരം എന്ന് പറയുന്നത്. ഇപ്പോൾ സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ളയെ പോലുള്ള അവിടെ നിന്ന് തുടങ്ങി ഒരുപക്ഷെ സുകുമാർ അഴീക്കോട് മാഷ് വരെയുള്ള ആളുകളുടെ ഒരു വലിയ ആധികാരികമായ ഒരു സ്വരമുണ്ട്. ആ ആധികാരികത ഒരു അധികാര സ്ഥാപനമായി മാറും. പിന്നീട് പലതരത്തിലുള്ള രീതിശാസ്ത്രങ്ങൾ മലയാള വിമർശനത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ EMS പോലുള്ള ആളുകൾ, MN വിജയൻ പലതരത്തിലുള്ള മാർക്സിയൻ വിമർശനം അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ വിമർശനം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹിത്യ വിമർശനത്തിൻ്റെ ഈ ഒരു കാലത്തിനൊക്കെ ശേഷമാണ് പിന്നീട് ആധുനികതാവാദം എന്നൊക്കെ നമ്മൾ പറയുന്ന മോഡേണിസത്തിൻ്റെ ഒരുപക്ഷെ സാഹിത്യ വിമർശനം തന്നെ മറ്റേതൊരു സാഹിത്യ രചനയെയും പോലെ ഒരു സർഗാത്മക രചനയായിട്ട് പരിഗണിക്കപ്പെടാൻ തുടങ്ങിയ കാലം കൂടിയായിരുന്നു. നമ്മളിന്ന് ഒരുപക്ഷെ KP അപ്പനെ ഓർക്കാറുള്ളത് ആ കാലത്തിൻ്റെ പേരിൽ കൂടിയാണ്. സാഹിത്യം വിമർശനം തന്നെ സാഹിത്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അത് തന്നെ ഒരു സാഹിത്യ രചനയാണ്, ഒരു സാഹിത്യകൃതിയാണ്, ഒരു സാഹിത്യ വ്യവഹാരമാണ് എന്ന മട്ടിൽ ആരോഹണം നേടിയ ഒരു കാലമായിരുന്നു അത്. ആ കാലമൊക്കെ ആകുമ്പോഴേക്ക് എന്നുവെച്ചാൽ ഈ പറയുന്ന തുടക്കകാലം മുതൽ ഈ ആദ്യകാലത്ത് ഈ പറയുന്ന വിമർശനത്തിലെ പ്രഭാവം എന്ന് പറയുന്നത് ഒരുപക്ഷെ വരേണ്യതയുടെയോ ജാതീയതയുടെയോ രാജത്വത്തിൻ്റെയോ പ്രഭുത്വത്തിൻ്റെയോ അളവുകോലുകൾ ഉപയോഗിച്ചാണ് അളക്കപ്പെട്ടിരുന്നതെങ്കിൽ പിന്നീടത് ആധികാരികതയുടെ, സൗന്ദര്യശാസ്ത്രപരമായ ആധികാരികതയുടെ സ്വരങ്ങളാണ് അടയാളപ്പെടുത്തപ്പെട്ടതെങ്കിൽ അതിനുമപ്പുറത്ത് അതൊരു സർഗാത്മക രചന പോലെ വിമർശനം എഴുന്നു നിൽക്കുന്ന ഒരു കാലം ആധുനികതാവാദ കാലത്ത് നമ്മൾ കാണും. അവിടെയൊക്കെ നമ്മൾ കാണുന്ന വിമർശനം എന്ന് പറയുന്ന ഒരു സ്ഥാപനം മലയാള സാഹിത്യത്തിൽ രൂപപ്പെട്ടു തുടങ്ങിയ കാലം മുതൽ ഈ കാലം വരെ, ആധുനികതാവാദ കാലം വരെ, മോഡേണിസത്തിൻ്റെ കാലം വരെ നമ്മൾ കാണുന്ന സമയത്ത് വിമർശകൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മഹാപ്രഭൃതിയാണ്. അതിനകത്തൊരു ആളത്തമുണ്ട്. ആണത്തം എന്നല്ല ഉച്ചരിക്കുന്നത്, ആളത്തം എന്നാണ്. ഒരു ആളത്തമുണ്ട്. ആ വിമർശക ആളത്തം എന്ന് പറയുന്ന സംഗതി മലയാളത്തിൽ ഒരുപാട് കാലം നിലനിന്ന് പോന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പക്ഷേ ഇന്ന് ഈ സമകാലത്ത് ഇല്ലാതായി തീർന്നത്. വിമർശകൻ എന്ന് പറയുന്ന ഒരു ആൾ ഇല്ലാതായിരിക്കുന്നു. വിമർശനമല്ല, മറിച്ച് വിമർശനത്തിൻ്റെ ആളത്വമാണ് ഇന്നില്ലാതായിരിക്കുന്നത്. അതിന് കാരണം ഒരുപാട് കാലം നമ്മൾ ഈ വിമർശനം ഉണ്ടായത് മുതൽ ഏതാണ്ട് ഈ പറയുന്ന 1970-കൾ 80-കൾ വരെയുള്ള ഒരു കാലം മലയാളത്തിൽ വിമർശനം എന്ന് പറയുന്നത് ഒരു സാഹിത്യകൃതിയെ സംബന്ധിച്ച് നടത്തുന്ന ഏറ്റവും ആഴമേറിയ അവഗാഢമായ ഒരു അന്വേഷണത്തെയോ ഒരു യാത്രയോ ഒക്കെ കുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് അയാൾ ചിലത് കാണുന്നുണ്ട് ആ കൃതിയിൽ. അയാൾ ആ കൃതിയിൽ ചിലത് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല അത്. അതിനപ്പുറത്ത് കൽപ്പറ്റ നാരായണ മാഷിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഈ കണ്ണടയൊന്ന് വെച്ച് നോക്കൂ എന്നുള്ളത്. നിരൂപകർ ഒരുപാട് കാലം നമ്മളോട് പറഞ്ഞിരുന്ന അതാണ്. അതാ എൻ്റെ കണ്ണട നിങ്ങളുടെ കണ്ണടയല്ല കേട്ടോ, അത് വ്യത്യസ്തമാണ്. ഈ കണ്ണടയൊന്ന് വെച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു കാഴ്ച ആ പുസ്തകത്തിൽ കാണും. ഇങ്ങനെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ച എനിക്കുണ്ട്. അത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള എൻ്റെ ദാർശനികമോ അതീതമോ ആയ ഒരു ബോധത്തിൽ നിന്ന് ഞാൻ സ്വരൂപിച്ചെടുക്കുന്നതാണ്. ഇതാണ് ആളത്വം എന്ന് പറയുന്നത്. ഇതിനെയാണ് ആളത്വം എന്ന് പറയുക. ഈ ആളത്വം
ഈ പറയുന്ന സാഹിത്യത്തെ സംബന്ധിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകളിൽ ഇല്ലാതായി. സാഹിത്യം എന്ന് പറയുന്നത് മറ്റേതൊന്നിനെയും പോലെ തന്നെ ഒരു ഭൗതിക വസ്തുവായി മാറി. അതിന് വളരെ കൃത്യമായി ചരിത്രപരമായ ഒരുപാട് നിങ്ങൾ സൗന്ദര്യം എന്ന് വിളിക്കുന്നതിന് നിങ്ങൾ എന്തിനെയാണ് സൗന്ദര്യമെന്ന് വിളിക്കുന്നത്? നിങ്ങൾ എന്തിനെയാണ് ലാവണ്യമെന്ന് വിളിക്കുന്നത്? ആ സൗന്ദര്യം എന്ന് പറയുന്നതും ലാവണ്യം എന്ന് പറയുന്നതും ഭൗതികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അത് ചരിത്രപരമായി നിർമ്മിക്കപ്പെടുന്നതാണ്. അതിന് പിന്നിൽ നിരവധി സാമൂഹിക പ്രേരണകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതൊരു കൺസ്ട്രക്റ്റ് മാത്രമാണ്, അതൊരു നിർമ്മിതി മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ, പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് മറ്റൊരാൾ കാണാത്ത, എനിക്ക് മാത്രം കാണാനാവുന്ന ഒന്ന് എന്ന് പറയുന്ന സംഗതി അല്ല ഉണ്ടാവുക. മറിച്ച് നിങ്ങൾക്കും എനിക്കും കാണാനാവുന്ന അതിൻ്റെ പ്രേരണാ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ചരിത്രത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ അതിന് മുകളിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അതീതത്വത്തെ, അതിന് മുകളിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിവേഷത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട്, അതിൻ്റെ മഞ്ഞുപടലങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സൂര്യവെളിച്ചത്തിലേക്ക് നിർത്താൻ കഴിയും. അങ്ങനെ സൂര്യവെളിച്ചത്തിൽ നാം കാണുന്ന കൃതികളാണ് ഈ പുതിയ കാലത്തെ കൃതികൾ. എന്തുകൊണ്ട് മലയാളത്തിലെ പുതിയ കാലത്ത് നമ്മളൊരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഴീക്കോട് മാഷ് ഉണ്ടാവുന്നില്ല? ഈ പറയുന്ന വിമർശക ആളത്വമുള്ള ഒരു അഴീക്കോട് മാഷ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാർ പോലും, സാഹിത്യകാരന്മാർ പോലും ഒരുപക്ഷെ സമസ്ഥാനീയരായ, അല്ലെങ്കിൽ എഴുത്തിലൊരു ജനാധിപത്യ യുഗം വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന് തോന്നുമാറ് മലയാളത്തിൽ കവികളും കഥാകൃത്തുക്കളും നിരൂപകരും ഒക്കെയും ഏതാണ്ട് ഒരേ തലപ്പൊക്കത്തോടെ നിൽക്കുന്നത്, പുതിയ എഴുത്തുകാരാവട്ടെ പഴയ എഴുത്തുകാരാവട്ടെ എല്ലാവരും ഏതാണ്ട് സമസ്കന്ധരായി നിൽക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പുതിയ ബോധമാണ്. ഇതൊരു അടിസ്ഥാനപരമായി ഇതിനകത്തൊരു നിർമ്മിതിയുടെ പ്രവർത്തനമുണ്ട്. ഇതൊരു ഭൗതിക വസ്തുവാണ്. വാക്ക് എന്ന് പറയുന്നത് ഒരു അതീതത്വമല്ല, മറിച്ച് ഇതൊരു ഭൗതിക വസ്തുവാണ്. അതിന് പിന്നിൽ നിരവധി സാമൂഹിക പ്രേരണകൾ, ചരിത്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിയുക എന്നത് സൗന്ദര്യാത്മകതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ലാവണ്യാത്മകതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ സാമൂഹികവും ചരിത്രപരവുമായ സാംസ്കാരിക പ്രേരണകളെ തിരിച്ചറിയുക എന്നതാണ് പുതിയ കാലത്ത് വിമർശനത്തിൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് നമ്മൾ അന്ന് കണ്ടതുപോലെ ഇതാണ് ഈ കൃതി എന്ന് ഉറപ്പിച്ചു പറയുന്ന മട്ടിൽ, ഇതാണ് ഈ കൃതിയെ സംബന്ധിച്ചുള്ള എൻ്റെ കാഴ്ച എന്ന് ആധികാരികമായി അവതരിപ്പിക്കുന്ന മട്ടിലുള്ള വിമർശന കൃതികൾ ഇന്ന് കാണാത്തത്. അഴീക്കോട് മാഷ് അത്തരമൊരു തലമുറയിലുണ്ടായിരുന്ന ആളാണ്. ഒരുപക്ഷെ വിമർശനത്തിലെ ഈ ആളത്വത്തെ വളരെ കൃത്യമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു നിരൂപകൻ കൂടിയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട്. അഴീക്കോട് മാഷ് വിമർശനത്തെ സംബന്ധിച്ച് മാഷ് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്, മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം മാഷ് തന്നെ അവകാശപ്പെടുന്നത് മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ മെറ്റാക്രിറ്റിസിസമാണ്, വിമർശനത്തെക്കുറിച്ചുള്ള വിമർശനമാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മെറ്റാക്രിറ്റിസിസം എന്ന് പറയുന്നത് പിന്നെ മലയാളത്തിൽ വിമർശനം എന്നുണ്ടായിട്ടുണ്ടോ അന്ന് മുതൽ മെറ്റാക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പിന്നെ ഏത് വിമർശനത്തിനകത്തും ഏത് സംവാദങ്ങൾക്കകത്തും സാഹിത്യത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായ ഏത് സംവാദങ്ങൾക്കകത്തും മെറ്റാക്രിറ്റിസം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മാഷ് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ വിമർശന കൃതികളെ മുൻനിർത്തിയിട്ട് അതിനെ വിമർശിക്കുന്ന ഒരു ചരിത്രപരമായ സമീപനം പുലർത്തുന്ന ഒരു വിമർശന ഗ്രന്ഥം മലയാളത്തിൽ ആദ്യമായിട്ട് ഇതേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് മാഷ് പറയുന്നത്. ആ പുസ്തകത്തിനകത്ത് മാഷ് വിമർശനം എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് സാഹിത്യ വിമർശനം മലയാളത്തോട് ചെയ്തത് എന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാഷ് ആർണോൾഡ് ടോയൻബിയെ ഉദ്ധരിക്കുന്നുണ്ട്. ആർണോൾഡ് ടോയൻ മാഷ് ഒരുപാട് ആളുകളെ ഉദ്ധരിക്കുന്നുണ്ട് കേട്ടോ. മാഷ് എഴുത്തുകളിൽ മാഷ് പിന്നെ ഒരുപാട് ആളുകളെ ഉദ്ധരിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഉദാഹരണങ്ങളെ കൂടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അതിനകത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എന്തിനാണ് അഴീക്കോട് മാഷ് ഈ പറയുന്ന ആളുകളെ, അത് പിന്നെ പാശ്ചാത്യ നാടുകളിൽ നിന്നാവട്ടെ പൗരസ്ത്യ നാടുകളിൽ നിന്നാവട്ടെ ആളുകളെ ഉദ്ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ വാദങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടിയല്ല പലതും. ചിലതങ്ങനെ ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഉദ്ധരണങ്ങളിൽ പലതും അദ്ദേഹം തൻ്റെ വാദങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. മറിച്ച് താൻ ഈ പറയുന്ന ഉദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു വലിയ സാഹിത്യ ചിന്തകൻ അവരവതരിപ്പിക്കുന്ന ഒരു ആശയത്തെയോ ഒരു സങ്കല്പനത്തെയോ അതിൽ നിന്ന് തുടർന്നു പോകുന്ന ചില യാത്രകളുണ്ട് അഴീക്കോടിൻ്റെ. അതിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാതെ ഇത് ഒരു അവസാന വാക്ക് എന്നുള്ള മട്ടിൽ അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ആധികാരികമായ ശബ്ദം എന്ന മട്ടിലല്ല അദ്ദേഹം പലപ്പോഴും ഉദ്ധരണങ്ങളെ സ്വീകരിക്കുന്നത്. മറിച്ച് അദ്ദേഹം ഉദ്ധരിക്കുന്ന പിന്നെ സങ്കല്പനങ്ങൾ പലപ്പോഴും അദ്ദേഹം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്ന ഒരു ആലോചനയ്ക്കുള്ള ഊർജ്ജസ്രോതസ്സായിട്ടാണ് സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് പോകും, അവിടെ നിൽക്കുകയല്ല, അത് അവസാന വാക്കാക്കി മാറ്റുകയല്ല.
അല്ലെങ്കിൽ തൻ്റെ വാദത്തിന് ആധികാരികത നൽകാൻ വേണ്ടി അതിന് ഉപയോഗിക്കുകയല്ല, മറിച്ച് തൻ്റെ വാദത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജ സ്രോതസ്സായിട്ട്, ഇന്ധനമായിട്ട് അദ്ദേഹം അതിന് ഉപയോഗിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു. ടോയൻബിയെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ടോയൻബി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പനമായിരുന്നു ഈ ചലഞ്ചസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു അദ്ദേഹം അത്തരം ഒരു സങ്കല്പനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ലോകത്ത് നാഗരികതകൾ ഉണ്ടാകുന്നത് എന്നത് വിശദീകരിക്കുന്ന സമയത്ത്, ഈ നാഗരികതകൾ ഉണ്ടാവുന്നതിന് പിന്നിൽ ലോകത്തിലെ വ്യത്യസ്ത നാടുകളിലുള്ള ജനതകൾ ചില സവിശേഷമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനോട് നമ്മൾ നടത്തുന്ന പ്രതികരണങ്ങളാണ് ആ നാഗരികതയെ വികസിപ്പിക്കുന്നത്. ആ വെല്ലുവിളിയോട് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മളതിനോട് നടത്തുന്ന പ്രതികരണങ്ങൾ വീണ്ടും പുതിയൊരു വെല്ലുവിളി ഉണ്ടാക്കും. അങ്ങനെ തുടർച്ചയായ വെല്ലുവിളികളിലൂടെ മാത്രമാണ് നാഗരികതകൾ രൂപം കൊള്ളുന്നത് എന്നുള്ളതായിരുന്നു ടോയൻബിയുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെല്ലുവിളികളെ നേരിടാൻ ഒരു ജനതയെ സഹായിക്കുക എപ്പോഴും ആ ജനതയിലെ മുഴുവൻ അംഗങ്ങളുമല്ല, മറിച്ച് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് എന്ന് ടോയൻബി പറയുന്നുണ്ട്. ക്രിയേറ്റീവ് മൈനോറിറ്റി. ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്ന ഈ സങ്കല്പത്തെ, ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്ന ആ വാക്ക് അഴീക്കോട് മാഷ് ഉപയോഗിക്കുന്നില്ല, അത് ടോയൻബിയുടെ വാക്കാണ്. ആ വാക്ക്, ആ സങ്കല്പം അഴീക്കോട് മാഷ് പക്ഷേ വിമർശനത്തിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. മലയാള സാഹിത്യ വിമർശനത്തിനകത്ത് ഇതുപോലെ എങ്ങനെയാണ് വെല്ലുവിളികൾ ഉണ്ടാകുന്നത്, വിശേഷിച്ചും ഈ പാശ്ചാത്യ ചിന്തയുടെ കടന്നുവരവിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് അഴീക്കോട് മാഷ് കണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാഷ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ള ഒന്നുകൂടിയാണ് കേട്ടോ ഈ പാശ്ചാത്യ തത്വചിന്ത എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും പാശ്ചാത്യ തത്വചിന്തയിലുള്ള അമിതമായ ആശ്രയത്തെ അദ്ദേഹം ഏറ്റവും അവസാന കാലത്തും 2012 മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അന്നത്തെ സമകാല വിമർശനത്തെ അദ്ദേഹം ആക്ഷേപിച്ചിരുന്ന, ഞാൻ വിമർശിച്ചിരുന്ന എന്നല്ല പറയുന്ന, ആക്ഷേപിച്ചിരുന്ന, പലപ്പോഴും അഴീക്കോട് മാഷിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം പല സംഗതികളെയും ആക്ഷേപത്തോളം എത്തുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളിൽ മിക്കതും ഉണ്ടായിരുന്നത് ഈ പറയുന്ന പാശ്ചാത്യ സിദ്ധാന്തങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതിൻ്റെ പിന്നിലുള്ള അത് എങ്ങനെയായിരിക്കും നമ്മുടെ സാഹിത്യ സങ്കല്പങ്ങളെ തകർത്ത് കളയുക എന്നുള്ള ഒരു വാദമായിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അഴീക്കോട് മാഷ് പക്ഷേ ഈ പറയുന്ന തൻ്റെ ആവശ്യത്തിന് ഈ പറയുന്ന തത്വചിന്തയെല്ലാം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന സർഗാത്മക ന്യൂനപക്ഷം എന്ന് വിളിക്കാവുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒരു ജനതയെ സഹായിക്കുന്ന, വെല്ലുവിളികളെ മറികടക്കാൻ ആവശ്യമായ സർഗാത്മകമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരായിട്ടാണ് വിമർശകരെ അഴീക്കോട് മാഷ് കാണുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിമർശക ആളത്വം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പോലെയല്ല, മറിച്ച് വിമർശകന് മറ്റൊരു ദൗത്യമുണ്ട്. അയാളൊരു ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ്. അയാളൊരു വെല്ലുവിളിയെ നേരിടുന്ന ദൗത്യം ഒരു സിവിലൈസേഷൻ, ഒരു നാഗരികത അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിമർശക ആളത്വം എന്ന് പറയുന്നത്. വെച്ചാൽ അത്തരമൊരു ആളത്വം എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ, ആളത്വം എന്ന് പറയുന്നൊരു സംഗതിയെ ചരിത്രപരമായി തന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മാഷ് ശ്രമിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി അഴീക്കോട് മാഷ് അടിസ്ഥാനപരമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അദ്ദേഹം ഒരു ഗാന്ധിയനാണ്. ഗാന്ധിസം എന്ന് പറയുന്നതിനെ തൻ്റെ പ്രത്യയശാസ്ത്രമായി തന്നെ, ഒരു പക്ഷേ തൻ്റെ ദേശീയതാ പ്രത്യയശാസ്ത്രമായിട്ട് അഴീക്കോട് അതിനെ സ്വീകരിച്ചിരുന്നു. ഈ ക്ലാസിക് എന്നോ സനാതനമെന്ന് പോലുമോ വിളിക്കാവുന്ന ചില മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ദേശീയത, അത്തരമൊരു ദേശീയതാ സങ്കല്പത്തെ, അത് ഗാന്ധിയൻ ദേശീയതയാണ്, ആ ദേശീയതാ സങ്കല്പത്തെ തൻ്റെ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ചുകൊണ്ടാണ് അഴീക്കോട് തൻ്റെ സാമൂഹിക വിമർശനത്തെ, സാംസ്കാരിക വിമർശനത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. സാഹിത്യ വിമർശനത്തിലും നമുക്ക് ഇതിൻ്റെ അടിയടരുകൾ കാണാൻ സാധിക്കും. ഈ പറയുന്ന സനാതനം എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ചില മൂല്യങ്ങളെ, ചില ശാശ്വതമായ മാനുഷിക മൂല്യങ്ങളെ, ചില സവിശേഷമായ ചില ക്ലാസിക് അഭിരുചികളെ ഒക്കെ അഴീക്കോട് തൻ്റെ നിരൂപണത്തിലുടനീളം നിലനിർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഴീക്കോട് മാഷ് ക്ലാസിസത്തെയും റൊമാൻറ്റിസിസത്തെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. ക്ലാസിസത്തെ പറ്റി പറയുന്ന സമയത്ത് പഴകിപ്പുളിച്ച ഭാവനയാണ്, പഴകി ഉറച്ചുപോയ ഭാവനയാണ് എന്നൊക്കെ അഴീക്കോട് മാഷ് പറയുന്നുണ്ട്. പഴകി ഉറച്ചുപോയ ഭാവന അത് പറയുന്നത് റൊമാൻറ്റിസിസത്തെക്കുറിച്ച് പറയുന്ന ഒരു ചർച്ചയ്ക്കിടയിലാണ് മാഷ് അത് പറയുന്നതും കൂടി ആലോചിക്കണം. ഭാവനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള റൊമാൻറ്റിസിസത്തെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് പഴകിയുറച്ചുപോയ ഭാവന എന്ന് ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു അളവുകോലുകളും സാധ്യമാവാത്ത തരത്തിലുള്ള ഒരു വാക്യമാണത്. പക്ഷേ മാഷിൻ്റെ അഭിരുചി അടിസ്ഥാനപരമായി ക്ലാസിക്കായിരുന്നു.
ക്ലാസിക്കായിരുന്നു. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. സാഹിത്യത്തിനകത്ത് പലപ്പോഴും ഒരു കേവല സൗന്ദര്യവാദത്തെ, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതാണ്, സൗന്ദര്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കേവലമായി നിൽക്കുന്ന ഒന്നല്ല. അതിന് സാമൂഹികമായ വേരുകളുണ്ട്, സാംസ്കാരികമായ പ്രേരണകളുണ്ട്, ചരിത്രത്തിലേക്ക് നീളുന്ന അധികാരത്തിൻ്റെ ബലങ്ങളും എതിർബലങ്ങളും ഉണ്ട്. ഇവയെല്ലാം ചേർന്നാണ് സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്നത്. പക്ഷെ സൗന്ദര്യത്തെ പലപ്പോഴും കേവലമായി കാണുന്ന ഒരു സമീപനം, ഒരു സത്താവാദപരമായ സമീപനം, മൊണ്ടോളജിക്കലായ ഒരു സമീപനം അഴീക്കോട് മാഷ് വെച്ചു പുലർത്തിയിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അഴീക്കോട് മാഷിൻ്റെ വിമർശനത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമർശനത്തിൻ്റെ വിമർശനമാണ്. മലയാളത്തിൽ എങ്ങനെയാണ് വിമർശനം രൂപപ്പെട്ടു വന്നത് എന്നുള്ളതും ആ വിമർശനത്തെ സംബന്ധിച്ചുള്ള തൻ്റെ ചിന്തിച്ചുറപ്പിച്ച നിലപാടുകളും അഴീക്കോട് മാഷ് മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന കൃതിക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടുള്ള കൃതികളിൽ ഒന്നുകൂടിയാണത്. മുണ്ടശ്ശേരി മുതൽ ഇങ്ങോട്ട് KP-അപ്പൻ മുണ്ടശ്ശേരി മുതൽ ഇങ്ങോട്ട് ഉള്ള ആളുകളെ മുഴുവൻ പലതരത്തിൽ അവരുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന എഴുത്തുകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ആ സംഗതിയിൽ അദ്ദേഹം പുലർത്തിയിരുന്ന പക്ഷപാതിത്വപരമായ പല സമീപനങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് KP-അപ്പൻ പിന്നീട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ അഴീക്കോട് മാഷയ്ക്കെതിരെ ഉയർത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ 2026 അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ നമ്മൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അഴീക്കോടിൻ്റെ ഈ മലയാള സാഹിത്യ വിമർശനം എന്നുള്ള കൃതിയെ നോക്കുമ്പോൾ നമ്മൾ കുറേ കൂടി നമുക്ക് ഈ പറയുന്ന വൈകാരികതകളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഒരല്പം അകന്നു നിന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ പുസ്തകത്തെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായ ഒരു സംഗതി എന്ന് പറയുന്നത് മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ആരംഭം കേരളവർമ്മ വലിയ കോയി തമ്പുരാനിൽ കൊണ്ടുപോയി ചാർത്തി അദ്ദേഹത്തെ മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ പിതാവായിട്ട് അഴീക്കോട് അവതരിപ്പിച്ചു എന്നുള്ളതായിരുന്നു. അങ്ങനെയായിരുന്നു. മലയാളത്തിലെ ഗദ്യത്തിൻ്റെ പിതാവായിട്ട് അഴീക്കോട് മാഷ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അവതരിപ്പിച്ചാലും അപ്പന് വലിയ പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ വിമർശനത്തിൻ്റെ പിതാവായി അവതരിപ്പിച്ചു എന്നുള്ളത് പൊറുക്കാനാവാത്ത തെറ്റാണ് എന്നാണ് KP-അപ്പൻ അതിനിശ്ചിതമായ വിമർശനമാണ് ആ പുസ്തകത്തിന് നേരെ അപ്പൻ്റെ വിമർശനം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ആലോചിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്ന് പറയുന്ന ഒരാൾ, ആ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്ന AR രാജരാജവർമ്മ, ഇങ്ങനെ തുടങ്ങിയുള്ള രാജപ്രമുഖരായ കുറേ ആളുകളെ മുൻനിർത്തിയിട്ട് ഒരുപാട് കാലം നമ്മുടെ സാഹിത്യം ഇങ്ങനെ കടന്നുപോയിട്ടുണ്ട്. അവരിലൂടെ കടന്നുപോയിട്ടുണ്ട്, അവരെ മുൻനിർത്തി കടന്നുപോയിട്ടുണ്ട്. സാഹിത്യത്തിനകത്തുള്ള എല്ലാ ചർച്ചകളും സംവാദങ്ങളും അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ 2 പക്ഷത്ത് നിർത്തിക്കൊണ്ട് കടന്നുപോയിട്ടുണ്ട്. ഇതിനെ ആദ്യമായിട്ടൊരു പക്ഷേ മലയാള സാഹിത്യ വിമർശനത്തിൽ പൊളിച്ചു കളഞ്ഞ ഒരാൾ കൂടി അഴീക്കോട് മാഷാണ്. ഈ പറയുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അദ്ദേഹം സാഹിത്യ വിമർശനത്തിൻ്റെ പിതാവായി അവതരിപ്പിക്കുമ്പോൾ തന്നെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഏറ്റവും മലയാള സാഹിത്യത്തിനകത്തെ ഏറ്റവും ആധികാരിക സ്വരം എന്നുള്ള മട്ടിലല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ AR രാജരാജവർമ്മയാണ് ഏറ്റവും അടുത്ത ആധികാരിക സ്വരം എന്നുള്ള അത്രയും കാലം നിലനിന്നിരുന്ന നിലപാടും അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. ആ 2 നിലപാടുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. കാരണം എത്രയോ പതിറ്റാണ്ടുകൾ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചുള്ള എല്ലാ ആലോചനകളും നിലനിന്നിരുന്ന ഈ 2 സ്ഥാനങ്ങളായിരുന്നു, 2 അടിസ്ഥാന സ്ഥാനങ്ങളായിരുന്നു ഈ കേരളവർമ്മ വലിയ കോയി തമ്പുരാനും AR രാജരാജവർമ്മയും. അതിനെയാണ് പൊളിച്ചു കളയുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒട്ടേറെ മനുഷ്യരെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് CP അച്യുതമേനോനൊക്കെ ഉയർന്നു വരുന്നത്. എന്ന് വെച്ചാൽ ഈ രാജസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വിമർശന യുക്തിയെ തള്ളിക്കളയുകയും മറിച്ച് ഒരു സാഹിത്യ പൊതുമണ്ഡലത്തെ, ഏതു തരത്തിലുള്ള മനുഷ്യർക്കും ഒരുമിച്ച് പങ്കെടുക്കാവുന്ന ഒരു വിമർശന ചരിത്രത്തെ അദ്ദേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പൊതുമണ്ഡലം എന്ന് പറയുന്നൊരാശയം, സാഹിത്യ പൊതുമണ്ഡലം എന്ന് പറയുന്നൊരാശയം, ലിറ്റററി പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നൊരാശയം അഴീക്കോട് അവതരിപ്പിക്കുന്നത്. അഴീക്കോട് ആ വാക്കുകളല്ല ഉപയോഗിക്കുന്നത്, പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അതിനെ മുൻനിർത്തിയിട്ടായിരുന്നു. കാരണം ഈ പറയുന്ന രാജത്വത്തിൻ്റെയോ വരേണ്യതയുടെയോ ശ്രേണീകരണ യുക്തികൾക്ക് പുറത്തു നിന്നുകൊണ്ട് ഒട്ടേറെ മനുഷ്യരെ വിമർശനത്തിൻ്റെ പരിധിക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവരുടെ വിമർശന സംരംഭങ്ങളെ വളരെ കൃത്യമായി ചരിത്രപരമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഈ പറയുന്ന ഇപ്പോൾ പ്രാസവാദത്തെ പറ്റിയൊക്കെയുള്ള വലിയ പ്രാസവാദം എന്ന് പറയുന്ന സാധനം തന്നെ ഈ പറയുന്ന ഒരു ഭാഗത്ത്
കേരളോർമ്മ വലിയ കോയിത്തമ്പുരാൻ, മറുഭാഗത്ത് പിന്നെ AR രാജരാജവർമ്മ. ഇങ്ങനെ രണ്ടാൾക്കാർ തമ്മിൽ നടന്ന എന്തോ ദ്വന്ദ്വ യുദ്ധം എന്നുള്ള മട്ടിലാണ് നമ്മുടെ സാഹിത്യചരിത്രങ്ങളടക്കം അവതരിപ്പിച്ചു പോന്നിരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ലെന്നും ഈ പറയുന്ന പ്രാസവാദത്തിനകത്ത് നിലനിൽക്കുന്ന വിരുദ്ധ നിലപാടുകളെ പ്രതിനിധീകരിച്ചിരുന്നത് ഇവർ മാത്രമല്ലെന്നും, അല്ലെങ്കിൽ ഇവരേക്കാൾ പങ്കാളിത്തം അതിനകത്ത് മറ്റൊട്ടേറെ ആളുകൾക്കുണ്ടായിരുന്നു എന്നും ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യം അവതരിപ്പിക്കുന്ന ഒരാൾ കൂടി അഴീക്കോട് മാഷാണ്. എന്നുവെച്ചാൽ ഈ പറയുന്ന മലയാളത്തിലെ വിമർശനത്തെ കുറെ കൂടി ആധുനീകരണത്തിൻ്റെ വെളിച്ചത്തിൽ തെളിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ആ കൃതി നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഒരുപക്ഷെ അതിനെ ഒരു മെറ്റാക്രിറ്റിസിസം എന്ന് വിളിക്കാവുന്ന ഒരു കാര്യം. അഴീക്കോട് മാഷ് പക്ഷേ ഒരു അനീതി കാണിച്ചു നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും തോന്നുന്ന ഒരാൾ കേസരിയാണ്. കേസരിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേവലം സാങ്കേതിക വിമർശനത്തിൻ്റെ വക്താവ് മാത്രമായിട്ടാണ് മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന കൃതിക്കകത്ത് അഴീക്കോട് മാഷ് അവതരിപ്പിക്കുന്നത്. അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് ഈ പറയുന്ന ക്ലാസിക് അഭിരുചിക്കകത്താണ് മാറാൻ സാധ്യതയില്ലാത്തത് എന്ന് കരുതുന്ന കേവല സൗന്ദര്യവാദത്തെ സംബന്ധിച്ചുള്ളൊരു സത്താവാദപരമായ നിലപാടുകൾക്കകത്താണ് അഴീക്കോട് മാഷ് തൻ്റെ വിമർശ സ്ഥാനത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. തൻ്റെ നിലപാടുകളുടെ ചുഴിക്കുറ്റിയായി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അതാണ്. എന്നാൽ കേസരി നേരെ തിരിച്ചാണ്. കേസരി അത്രയും കാലം നിലനിന്ന് പോകുന്ന ക്ലാസിക് ഭാവുകത്വത്തിൻ്റെ മുഴുവൻ ആണിക്കല്ലുകളെയും തച്ചു തകർത്തു പോകുന്ന ഒരു മനുഷ്യനാണ്. ഈ പറയുന്ന വാക്കിനെ, സാഹിത്യത്തെ ഭൗതിക വസ്തുവായി കണ്ട ഒരു മനുഷ്യനാണ്. അതിന് ചരിത്രപരമായ പ്രേരണകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനാണ്. ചരിത്രത്തിലേക്ക് ആണ്ടിറങ്ങിയ വേരുകൾ കൊണ്ടാണ് ഓരോ സാഹിത്യകൃതിയും നിലനിൽക്കുന്നത്, വാക്ക് നിലനിൽക്കുന്നത്, എഴുത്തുകാർ നിലനിൽക്കുന്നത്, വ്യക്തികൾ നിലനിൽക്കുന്നത്, ചരിത്ര സംഭവങ്ങൾ, അനുഭവങ്ങൾ, അനുഭൂതികൾ എല്ലാം നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി ചരിത്രപരമായ പ്രേരണകളിലൂടെയാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു മനുഷ്യനാണ്. മലയാളത്തിലൊരു പക്ഷേ, കേരളത്തിലൊരു പക്ഷേ ആദ്യം തിരിച്ചറിഞ്ഞ ഒരാൾ. അതുകൊണ്ട് കേസരിയെ ആ കാലത്ത് ഈ പറയുന്ന നിലനിൽക്കുന്ന സാഹിത്യത്തെ സംബന്ധിച്ചുള്ള, സാഹിതീയതയെ സംബന്ധിച്ചുള്ള, ഭാവുകത്വത്തെ സംബന്ധിച്ചുള്ള മുഴുവൻ ധാരണകളെയും അടിച്ചു തകർക്കുകയും അദ്ദേഹം താൻ മുന്നോട്ട് വയ്ക്കുന്ന ചരിത്രപരമായ വേറൊരു സമീപനം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം കേവലം സാങ്കേതിക വിമർശകനോ ഉണക്കശാസ്ത്രികളോ ഒക്കെ ആയിട്ടാണ് ആ കാലത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഏതാണ്ട് അതിന് സമാനമായ സ്വരമാണ് മലയാള സാഹിത്യ വിമർശനത്തിൽ അഴീക്കോട് മാഷ് മുന്നോട്ട് വയ്ക്കുന്നത്. അഴീക്കോട് മാഷ് സാങ്കേതിക വിമർശനത്തിൻ്റെ വക്താവായിട്ട് കേസരിയെ വലിയ തോതിൽ വിമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ വിമർശനത്തിനകത്ത് ഉണ്ടായിരുന്ന പുതിയ വെളിച്ചങ്ങളെ മാഷ് അത്രത്തോളം സ്വീകരിച്ച് കാണുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ കേസരി യഥാർത്ഥത്തിൽ മലയാള സാഹിത്യത്തിനകത്തുള്ള സാഹിത്യ വിമർശനം എന്ന് പറയുന്നൊരു വ്യവഹാരത്തെ പുതുക്കിയെടുത്തൊരു മനുഷ്യനാണ്. ആ പുതുക്കലിനെ അംഗീകരിക്കാൻ, ആ പുതുമയെ അംഗീകരിക്കാൻ അഴീക്കോട് മാഷ് തയ്യാറായില്ല. മാഷ് വളരെ കൃത്യമായ സൗന്ദര്യത്തെ സംബന്ധിച്ചും സാഹിത്യത്തെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ക്ലാസിക് അഭിരുചികളെ, അല്ലെങ്കിൽ കുറെ കൂടി സനാതനമായ അഭിരുചി, സനാതനം എന്നുള്ള വാക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് കേട്ടോ. സനാതനം എന്നുള്ള വാക്ക് ഒരു അപകടം പിടിച്ച വാക്കായി മാറിയൊരു കാലത്തൊന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്തരമൊരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എല്ലാ കാലത്തേക്കും ബാധകമായിട്ടുള്ള, അതോ കേവലത്വം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന എബ്സൊല്യൂട്ടായ കേവലമായ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം അഴീക്കോട് മാഷ് പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പുരോഗമന സാഹിത്യത്തോട് അദ്ദേഹം പുലർത്തിയ സമീപനവും ഇതിൻ്റെ തുടർച്ചയാണ്. കേസരിയോട് അദ്ദേഹം എന്താണോ പുലർത്തിയത് അതിൻ്റെ തുടർച്ചയാണ് പുരോഗമന സാഹിത്യത്തോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നു അഴീക്കോട് മാഷക്ക്, കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അതിനൊരു കാരണം ഇതാണ്. കാരണം നിലനിൽക്കുന്ന സൗന്ദര്യാഭിരുചികളെ, അഭിരുചി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ളൊരു സംഗതിയാണ്. അഭിരുചി എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്മാനുവൽ കാന്റിനെ പോലെയൊക്കെയുള്ള ആളുകൾ പറയും അഭിരുചി എന്ന് പറയുന്നതിനൊരു സാർവലൗകിക തലമുണ്ടെന്ന് പറയും. അത് വ്യക്തിപരമായിരിക്കുമ്പോൾ തന്നെ അതിനൊരു സാർവലൗകികമായ യൂണിവേഴ്സലായ ഒരു തലമുണ്ടെന്ന് പറയും. അത്തരമൊരു വാദമാണ് സത്യത്തിൽ അഴീക്കോട് മാഷക്കുണ്ടായിരുന്നത്. പക്ഷേ അഭിരുചി അടിസ്ഥാനപരമായിട്ട് ചരിത്രപരമാണ്. അഭിരുചി എന്ന് പറയുന്നത് നമ്മൾ അറിയാണ്ട് നമ്മളിൽ രൂപപ്പെടുന്ന ഒന്നാണ്. അതിന് ചരിത്രപരമായ വേരുകളുണ്ട്. നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന മേൽക്കോയ്മ ബോധങ്ങൾക്ക്, മേധാവിത്വ ചിന്തകൾക്ക്, അധികാരസ്ഥാനത്തോടുള്ള നമ്മുടെ വിധേയത്വത്തിനൊക്കെ പിന്നിൽ ഈ പറയുന്ന അഭിരുചി പ്രവർത്തിക്കുന്നതാണ്. അഭിരുചി നിർമ്മിക്കപ്പെടുന്നതാണ്, അല്ലാതെ നമുക്ക് സ്വയമേവ ഉണ്ടാകുന്നത് മാത്രമല്ല. അതിനകത്ത് നമ്മുടെ വ്യക്തിപരമായ ചില പങ്കുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതുണ്ടായിരിക്കുമ്പോൾ തന്നെ അത് അടിസ്ഥാനപരമായ അഭിരുചി നിർമ്മിതിയാണ്. അപ്പോൾ ഈ പറയുന്ന അഭിരുചിയെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വരേണ്യ സങ്കല്പങ്ങളെ തകർത്തുകൊണ്ടാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും കേരളത്തിലുണ്ടാവുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ 1937 അത് രൂപം കൊള്ളുന്ന സമയത്ത് വലിയ തോതിലുള്ള എതിർപ്പ് അതിന് നേർക്കുണ്ടാവുന്നുണ്ട്.
അതുണ്ടായ എതിർപ്പിൻ്റെ കാരണം ഈ പറയുന്ന പുരോഗമന സാഹിത്യം എന്നും പറഞ്ഞു നടക്കുന്ന മനുഷ്യന്മാർ എന്തോ സാഹിത്യമൊന്നും അല്ലാത്ത എന്തോ സാധനം, ചില മുദ്രാവാക്യങ്ങളോ ചില വിപ്ലവ സങ്കല്പങ്ങളോ ഒക്കെ മുന്നോട്ട് വെക്കുകയാണ്, അല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് സാഹിത്യമൊന്നുമില്ല, സാഹിതീയതയില്ല എന്നുള്ളതായിരുന്നു വാദം. 38 തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. ഈ പുരോഗമന സാഹിത്യ സംഘം ഉണ്ടായിട്ട് തൊട്ടടുത്ത വർഷം EMS ഈ എന്താണ് പുരോഗമന സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്ന, ഒരു പക്ഷേ ഇന്നും ഏറ്റവും തെളിച്ചമുള്ള ഭാഷയിൽ എഴുതപ്പെട്ടൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുരോഗമന സാഹിത്യത്തിൻ്റെ മാനദണ്ഡം സൗന്ദര്യം എന്നതേ അല്ല എന്നതാണ്. സൗന്ദര്യം സാഹിത്യത്തിനുണ്ടായിരിക്കണം, അതിനകത്ത് അത് ഏതെങ്കിലും ഒന്നിൻ്റെ മാനദണ്ഡമല്ല. ഒരു സാഹിത്യം പുരോഗമന സാഹിത്യമാവുമോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം അത് സമൂഹത്തോട് പുലർത്തുന്ന നിലപാടെന്ത് എന്നുള്ളത് മാത്രമാണ്. സൗന്ദര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമേ അല്ല. പക്ഷേ പുരോഗമന സാഹിത്യത്തിൻ്റെ സാഹിത്യത്തിൻ്റെ എതിർപക്ഷം പറഞ്ഞിരുന്നത് സൗന്ദര്യമില്ലാത്ത എന്തോ പരുക്കൻ സാധനങ്ങളൊക്കെ എഴുതിയാൽ അത് പുരോഗമന സാഹിത്യമായി എന്നുള്ളതായിരുന്നു. അതിനെയാണ് EMS വിശദീകരിക്കുന്നത്. അങ്ങനെയല്ല. പുരോഗമന സാഹിത്യം എന്ന് പറയുന്നത് സൗന്ദര്യമില്ലാത്ത സാഹിത്യമെന്നല്ല, പരുക്കൻ സാഹിത്യമെന്നല്ല, പരുഷമായ യാഥാർത്ഥ്യങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന ഒന്ന് എന്നല്ല, മറിച്ച് ഏത് യാഥാർത്ഥ്യത്തെയും ഏത് അനുഭവത്തെയും സൗന്ദര്യാത്മകമായി തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്. പക്ഷേ അങ്ങനെ സൗന്ദര്യാത്മകമായി അവതരിപ്പിക്കുമ്പോഴും നിങ്ങൾ പുലർത്തുന്ന പ്രത്യയശാസ്ത്രം എന്ത്, നിങ്ങൾ സമൂഹത്തോട് നിങ്ങളുടെ നിലപാടെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് പുരോഗമന സാഹിത്യകാരൻ ചോദിക്കുന്ന ചോദ്യം എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം EMS ആ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. ഈ സംഗതി ഈ സംവാദം അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ പറഞ്ഞ അഴീക്കോട് മാഷ് വെച്ച് പുലർത്തിയിരുന്ന അഭിരുചി ബോധത്തോട് ചേർന്നു പോകുന്നതല്ല. അതുകൊണ്ടാണ് അഴീക്കോട് മാഷ് ആ കാലത്ത് തന്നെ വലിയ തോതിൽ അതിനെ എതിർക്കുന്നത്. ഒരു പുസ്തകം തന്നെ, പുരോഗമന സാഹിത്യവും മറ്റൊന്നും പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതുന്നുണ്ട് അതിനെ സംബന്ധിച്ച്. അതിൽ ആദ്യ ലേഖനത്തിലെ ആദ്യ വാചകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഇന്ന്, അഴീക്കോട് മാഷിൻ്റെ വാക്കുകളാണ്, ദുന്ദുഭിയുടെ തല പോലെ നിർജീവമായ ഒരു മഹാചല വസ്തുവായി മലയാളിയുടെ മുമ്പിൽ ഉണങ്ങിപ്പൊരിഞ്ഞ് കിടക്കുകയാണ്. സഹൃദയന്മാർ ശ്രീരാമൻ ചെയ്തതുമാതിരി പെരുവിരലൊന്ന് അനക്കിയാൽ മതി, അത് അകലെപ്പോയി വീണുകൊള്ളും. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ എന്ന് അതിൻ്റെ ഇന്നത്തെ കിടപ്പ് കണ്ടാൽ ആർക്കും വിലപിക്കുവാൻ തോന്നിപ്പോകും എന്നിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ്. അത്ര കടുത്ത എതിർപ്പ് അഴീക്കോട് മാഷ് ഇതിനകത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഇതാണ്, ഈ അഭിരുചി വ്യത്യാസമാണ്. പൊതുവെ അഴീക്കോട് മാഷ് പുലർത്തിയിരുന്നത് ഒരർത്ഥത്തിൽ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ഒരു ആത്മീയ സമീപനമുണ്ട്. ആത്മീയെന്ന് ഞാൻ പറയുന്നത് നമ്മളീ പറയുന്ന ദൈവചിന്ത എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് കുറേ കൂടി ഒരു അതീത ഭൗതികതയെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണത്. കേവല ഭൗതികതയല്ല, ഭൗതികതയ്ക്ക് അപ്പുറത്തുള്ള എന്തോ ഒക്കെ സാഹിത്യത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ കാഴ്ചപ്പാട്, അത്തരമൊരു ആത്മീയത അദ്ദേഹത്തിനുണ്ട്. തൻ്റെ നിരൂപണത്തെ പറ്റിയിട്ട് അഴീക്കോട് മാഷ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരു സാഹിത്യകൃതിയുമായി ഞാൻ സമീപിക്കുന്നത് ഭക്തനും ദൈവവും തമ്മിലുള്ള ബന്ധം പോലെ അതിനകത്ത് പ്രധാനമായും 3 സമീപനങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അഴീക്കോട് മാഷ് പറയുന്നത് അതിനകത്ത് ഒന്ന് സാലോക്യ സമീപനം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഭക്തന് ദൈവത്തെ കാണാം, വെറുതെ കണ്ടു നിൽക്കാം, നമുക്ക് തൊഴുതു പോരാം, അതിനപ്പുറത്ത് ദൈവവും ഭക്തനും തമ്മിൽ ഒന്നും ഉണ്ടാവുന്നില്ല, ദൈവം അത്ര അകലെയാണ്. അതാണ് സാലോക്യം. ഈ സാലോക്യം എന്ന് പറയുന്നതിനൊരു വിമർശന സമീപനമായിട്ട് അഴീക്കോട് മാഷ് കാണുന്നുണ്ട്. അഴീക്കോട് മാഷ് പറയണത്, ചില കൃതികൾ എനിക്ക് സാലോക്യമാണ് എന്ന് വെച്ചാൽ എന്താ, എനിക്കത് കാണാനേ പറ്റുള്ളൂ, ഞാനുമായിട്ട് ഒരു തരത്തിലുള്ള ഹൃദയ സംവാദവും സാധ്യമല്ലാത്ത വിധം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നവയാണവ. രണ്ടാമത്തേത് സാമീപ്യ എന്ന് വെച്ചാൽ എനിക്ക് അതിനെ സമീപിക്കാനാവും, എനിക്ക് അതുമായി സംവാദം നടത്താനാവും, പക്ഷേ ഞാനും അതും തമ്മിൽ ഒരു മുഖാമുഖം നിൽക്കുകയാണ്. മൂന്നാമത്തേതാണ് അദ്ദേഹം പറയുന്നത് സായുജ്യ എന്ന് പറയുന്നത് ഞാനും അതും തമ്മിലൊരു താതാത്മ്യം സാധ്യമാകുന്ന അവസ്ഥയാണ്. ഒരു കൃതിയും വിമർശകനും തമ്മിലുള്ള ഒരു താതാത്മ്യ ഭാവത്തെ സാധ്യമാക്കുന്ന ഒരവസ്ഥയാണ് സായുജ്യ. അതാണ് അദ്ദേഹം ഏറ്റവും മികച്ച വിമർശ സമീപനമായിട്ട് എണ്ണുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിമർശകൃതികൾ, സാഹിത്യ വിമർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കൃതികൾ, തലപ്പൊക്കമുള്ള 3 കൃതികൾ, അതിലൊന്ന് ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ആശാൻ്റെ സീതാകാവ്യം എന്ന് പറയുന്ന പുസ്തകമാണ്. മറ്റൊന്ന് രമണനും മലയാള കവിതയും എന്ന് പറഞ്ഞ ചങ്ങമ്പുഴയ്ക്ക് എഴുതിയ പഠനമാണ്. ഇനിയൊന്ന് ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളെ മൊത്തത്തിൽ വിലയിരുത്തുന്ന പഠനമാണ്.
ഈ 3 പഠനങ്ങളിൽ അദ്ദേഹം ഈ 3 സമീപനങ്ങൾ സ്വീകരിക്കുന്നതിനെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാശാൻ അദ്ദേഹത്തിന് സായുജ്യ ബന്ധമുണ്ടായിരുന്ന കവിയാണ്. എന്നാൽ ചങ്ങമ്പുഴയുമായി സാമീപ്യ ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ജി ശങ്കരക്കുറുപ്പുമായി സാലോക്യ ബന്ധം, അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലും ഹൃദയ സംവാദം സാധ്യമല്ലാത്ത, അദ്ദേഹവുമായിട്ട് കേവലം അകന്നു നിന്നുകൊണ്ട് മാത്രം നോക്കിക്കാണാനാവുന്ന സമീപനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള, ഞാൻ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 3 കൃതികളെ സംബന്ധിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പൊതുവെ സിദ്ധാന്തങ്ങളോട് അഴീക്കോട് മാഷ് സ്വീകരിച്ചിരുന്ന ഒരു അകൽച്ചയുള്ള സമീപനം എന്ന് പറയുന്നത് ഒരു പക്ഷേ സമകാലിക വിമർശനത്തോട് അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു അകൽച്ചയുടെ കൂടി ലക്ഷണമാണ്. അദ്ദേഹം പറയുന്നത് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി എന്നൊക്കെ പറയുന്നത് വെച്ചാൽ സാഹിത്യം വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് വിജ്ഞാന ശാഖയെയും ഉപയോഗിക്കാം. മനഃശാസ്ത്രത്തെ ഉപയോഗിക്കാം, നരവംശാസ്ത്രത്തെ ഉപയോഗിക്കാം, ചരിത്ര വിജ്ഞാനീയത്തെ ഉപയോഗിക്കാം, ഭൂമിശാസ്ത്രത്തെ ഉപയോഗിക്കാം. ഇങ്ങനെ ഏത് വിജ്ഞാന ശാഖ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്തുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാഹിത്യത്തെ വായിക്കാം എന്ന് വരുന്നത് ഒട്ടും ഭൂഷണമല്ല മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു വെക്കുന്നില്ല. അത് ഏത് കാലത്താണെന്നറിയോ? 2011 മരിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം അഴീക്കോട് മാഷ് അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ സിദ്ധാന്തങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. സാഹിത്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ അഭിരുചി അതിലാണ് നിൽക്കുന്നത്. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു കേവല സൗന്ദര്യമുണ്ട്, സത്താവാദപരമായൊരു സൗന്ദര്യമുണ്ട് എന്ന് പറയുന്ന സങ്കല്പമാണ്. അതുകൊണ്ട് ആ സങ്കല്പത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് വിമർശകരുടെയും വായനക്കാരുടെയും ധർമ്മം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇതിനന്വേഷിച്ച് അതിനെ ചിതറിച്ച് കളയുകയല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ മലയാളത്തിൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ, മലയാളത്തിലെ ഏറ്റവും സമകാലത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഈ വിമർശക ആളത്വത്തിൻ്റെ അവസാനത്തെ പ്രതിനിധാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു, അത്തരത്തിലൊരു ആധികാരികത പുലർത്തിയിരുന്ന അവസാനത്തെ സ്വരങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അഴീക്കോട് മാഷ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാഷിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.